ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ബിഗ് സ്റ്റുഡിയോ. കഴിഞ്ഞ ദിവസമായിരുന്നു ഏഷ്യ കപ്പിലുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചത്. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനെ തിരിച്ചെത്തുന്ന വളരെ മികച്ച ഒരു സ്ക്വാഡിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം BCCI ഹെഡ് ക്വാർട്ടേഴ്സിൽ നടന്ന മീറ്റിംഗിൽ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ചേർന്ന് പ്രഖ്യാപിച്ചത്. മലയാളി താരം സഞ്ജു സാംസണത്തോടെ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KL രാഹുൽ, മികച്ച ഫോമിലുള്ള ശ്രേയസ് അടക്കമുള്ള താരങ്ങൾ ടീമിൽ ഇടം കിട്ടാതെ പോയിട്ടുണ്ട്. എന്നിരുന്നാലും സെപ്റ്റംബർ 9 മുതൽ തുടങ്ങാൻ പോകുന്ന ഏഷ്യ കപ്പിന് വളരെ മികച്ച കരുത്തുറ്റ ഒരു യുവനിരയായി തന്നെയാണ് ടീം ഇന്ത്യ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്ന ഇന്ത്യയുടെ മത്സരക്രമങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നാണ്. ഗ്രൂപ്പ് എയിൽ UAEക്കും ഒമാനും പാകിസ്ഥാനും ഒപ്പമാണ് തവണ ഇന്ത്യ ഏഷ്യ കപ്പിനുള്ള ലീഗ് സ്റ്റേജ് പോരാട്ടങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളത്. സോ ഇന്ത്യയുടെ ആദ്യ പോരാട്ടം, വരുന്ന ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ ആദ്യ പോരാട്ടം എന്ന് പറയുന്നത് സെപ്റ്റംബർ 10 സെപ്റ്റംബർ 10 ബുധനാഴ്ച UAEക്കെതിരാണ് ഇന്ത്യയുടെ ആദ്യ പോരാട്ടം. അതിനുശേഷം സെപ്റ്റംബർ 14 റൈവൽറി മാച്ചിൽ ചിരവൈരികളുടെ പോരാട്ടത്തിൽ എല്ലാവരും ഒരുപോലെ കത്തിരിക്കുന്ന തകർപ്പൻ പോരാട്ടത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ നേരിടും. സെപ്റ്റംബർ 19 അവസാന ലീഗ് പോരാട്ടത്തിൽ ഒമാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. സോ ഗ്രൂപ്പ് ഇയിൽ താരതമ്യേന ദുർബലരായ എതിരാളികൾക്കൊപ്പം അടുത്തവണ ഇന്ത്യ ഇടം പിടിച്ചിട്ടുള്ളൂ. സോ അനായാസം തന്നെ സൂപ്പർ 4ലേക്ക് സൂര്യകുമാർ യാദവിനും സംഘത്തിനും എത്തപ്പെടാൻ സാധിക്കും. ഇനി സൂപ്പർ 4 മത്സരക്രമങ്ങളിലേക്ക് വരികയാണെങ്കിൽ സെപ്റ്റംബർ 20, 21, 23, 24, 25 തീയതികളിലായിട്ടായിരിക്കും ഏഷ്യ കപ്പിൻ്റെ സൂപ്പർ 4 പോരാട്ടങ്ങൾ നടക്കാൻ പോകുന്നത്. അതിനുശേഷം സെപ്റ്റംബർ 26 ഫൈനൽ നടക്കാൻ പോകും. സെപ്റ്റംബർ 28 ഏഷ്യ കപ്പിൻ്റെ കലാശ പോരാട്ടം നടക്കാൻ പോകും. സെപ്റ്റംബർ 20 മുതൽ 26 വരെ ആയിരിക്കും 20, 21, 23, 24, 25, 26 തീയതികളിലായിട്ടായിരിക്കും സൂപ്പർ 4 പോരാട്ടങ്ങൾ നടക്കാൻ പോകുന്നു. സെപ്റ്റംബർ 28 ഏഷ്യ കപ്പിൻ്റെ കലാശ പോരാട്ടവും നടക്കും. സോ വളരെ കരുത്തുറ്റ ഒരു സ്ക്വാഡുമായിട്ടാണ് ഇന്ത്യ ഇത്തവണ ഏഷ്യ കപ്പിന് പോകാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.